Hello everyone. In this video, I shall talk about residential status. This is one of the very important topic as per the Income Tax Act 1961 because the scope of total income or taxable income is based on residential status. So, my focus shall be on what is residential status, what are the basic conditions, what are additional or subsequent conditions, and how residential status is determined. So, as you know that in India, income tax law determines the scope of taxable income of an individual based on the residential status of taxpayers for the financial year. So, the residential status is assessed based on the number of days of the physical presence of the taxpayers in India, irrespective of the purpose of stay during the financial year. ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം എന്നുള്ളത് ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് അസസ്ഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ടാക്സ് പേയേഴ്സ് ഇൻ ഇന്ത്യ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി എത്ര ദിവസം ഇന്ത്യയിൽ താമസിക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് എ പേഴ്സൺ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി എത്ര ദിവസമാണ് ഇന്ത്യയിൽ താമസിക്കുന്നത്, അത് എന്ത് ആവശ്യത്തിനുമാവാം. ദാറ്റ് മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പേർപ്പസ് ഓഫ് സ്റ്റേ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഒരു സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ താമസിച്ചു എന്നുള്ളതിന് പ്രാധാന്യമില്ല. പകരം അദ്ദേഹം എത്ര ദിവസം ഇന്ത്യയിൽ താമസിച്ചു, നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ദ ഫിസിക്കൽ പ്രസൻസ് ഓർ നമ്പർ ഓഫ് ഡേയ്സ് ഹി സ്റ്റേയ്സ് ഇൻ ഇന്ത്യ, അദ്ദേഹം എത്ര ദിവസമാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ടേം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇസ് കോയിൻഡ് under the Income Tax Act and it's not to be confused with the nationality or citizenship of a person in India. പക്ഷേ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ പൗരത്വ നിയമവുമായോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണാലിറ്റിയുമായോ ഒരു വ്യക്തിയുടെ നാഷണാലിറ്റിയുമായോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ഒരു ബന്ധവുമില്ല. ഇവ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്ന ഒരു ടേം മാത്രമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിന് ഇന്ത്യൻ നാഷണാലിറ്റിയുമായോ ഒരു വ്യക്തിയുടെ സിറ്റിസൺഷിപ്പുമായോ യാതൊരുവിധ കണക്ഷനും ഇല്ല. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇൻകം ടാക്സ് ആക്റ്റിൽ പ്രതിപാദിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്ന ഒരു ടേം മാത്രമാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. That means there is no connection with residential status as per the nationality or citizenship of a person. So, an individual may be a citizen of India but a non-resident for the purpose of income tax for a particular year. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇൻകം ടാക്സിൻ്റെ പർപ്പസ് പ്രകാരം അല്ലെങ്കിൽ ഇൻകം ടാക്സ് നിയമപ്രകാരം ഒരു നോൺ റെസിഡൻ്റ് ആവാൻ സാധ്യതയുണ്ട്. Similarly, a foreign citizen may end being a resident of India for income tax purpose. അതുപോലെ തന്നെ ഒരു വിദേശ വ്യക്തി, ഇന്ത്യൻ പൗരനല്ലാത്ത ഒരു വിദേശ വ്യക്തി ഇന്ത്യയിൽ ചിലപ്പോൾ റെസിഡൻ്റ് ആവാനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ നാഷണാലിറ്റിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. സോ ഫോർ എൻ എക്സാമ്പിൾ, എ ഫോറിൻ സിറ്റിസൺ സേ ഫ്രം ദ US staying for a longer duration would be considered as a resident of India for a particular financial year. അപ്പോൾ ഒരു വിദേശ വ്യക്തി, അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണെന്ന് വിചാരിക്കും, അദ്ദേഹം ഒരു ലോങ്ങർ ഡ്യൂറേഷനിൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ ഒരു സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തെ ചിലപ്പോൾ റെസിഡൻ്റായി കണക്കാക്കിയേക്കാം. അതുകൊണ്ട് സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. So according to the income tax rules, various aspects including state of domicile and state of residence are considered. ഇവിടെ ഇൻകം ടാക്സ് ആക്റ്റിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റൂളിൽ പറയുന്നത് നമ്മൾ എത്ര ദിവസം ഇവിടെ താമസിക്കുന്നു, ആ താമസിക്കുന്ന പീരിയഡ് അല്ലെങ്കിൽ ആ കാലാവധി, ആ ഡ്യൂറേഷൻ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ
അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റിക്കോ സിറ്റിസൺഷിപ്പിനോ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. So as per section 6 of the Income Tax Act determines the residential status for the purpose of income tax in India. Indian Income Tax Act 1961 സെക്ഷൻ 6 പറയുന്നു എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത്. സോ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ സിമ്പിൾ ടേം മീൻസ് ദ നമ്പർ ഓഫ് ഡേയ്സ് an individual has stayed in the country during a particular financial year. Further, the total number of days of the taxpayer being present in the country does not depend upon their purpose of presence. Additionally, the income earned by an individual in India will be liable for tax in India itself. Section 6 of Income Tax Act 1961 ഡിറ്റർമൈൻ ചെയ്യുന്നു എന്തിനെക്കുറിച്ച്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ് സെക്ഷൻ 6 പറയുന്നത്. ആൻഡ് സെക്ഷൻ 6 ഓഫ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എത്ര ദിവസം ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വ്യക്തി എത്ര ദിവസമാണോ ഇന്ത്യയിൽ താമസിക്കുന്നത് ആ താമസിക്കുന്ന ദിവസത്തിൻ്റെ കണക്കിനെയാണ് നമ്മൾ സാധാരണ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതല്ലാതെ അദ്ദേഹം എന്ത് പേർപ്പസിന് വേണ്ടിയാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് എന്നുള്ളതിനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇൻകം അദ്ദേഹം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അദ്ദേഹം ഇന്ത്യയിൽ എന്തടച്ചിരിക്കണം, ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഓൾസോ നോട്ട് ദാറ്റ് the residential status of different type of persons like individual, HUF, firm, association of person, body of individual, company, artificial juridical persons, etc. is determined differently. നമ്മൾ മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. 7 തരത്തിലുള്ള പേഴ്സൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഓരോ പേഴ്സൺസിൻ്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. സോ ആസ് പെർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21 2020-21 ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയും. ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ അനുസരിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതിനെ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു, വൺ ഈസ് റെസിഡൻറ്റ് ആൻഡ് ദ അനദർ വൺ ഈസ് നോൺ റെസിഡൻറ്റ്. പ്രധാനമായും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് റെസിഡൻറ്റ് എന്ന് പറയുന്നു ആൻഡ് അനദർ വൺ ഈസ് നോൺ ആസ് നോൺ റെസിഡൻറ്റ്. And the resident is again classified into two, ordinarily resident and not ordinarily resident. Residentനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ordinarily resident and not ordinarily resident. So from this we can conclude that as per the assessment year 2020-21 we have 3 types of residential statuses, that is ordinarily resident, not ordinarily resident and non-resident. 2020-21 അസസ്മെൻറ്റ് ഇയറിൽ 3 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് ഓർഡിനറി റെസിഡൻറ്റ്, മറ്റൊന്ന് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇത് രണ്ടും റെസിഡൻറ്റ് എന്നുള്ള കേസിൽ വരുന്നതാണ്. മൂന്നാമത്തെയാണ് നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ അടുത്ത അസസ്മെൻറ്റ് ഇയറിൽ ചെറിയ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞു, ഫിനാൻസ് ബില്ല് പാസ്സാക്കി. സോ ആസ് പെർ ദ അസസ്മെൻറ്റ് ഇയർ 2021-22 2021-22 അസസ്മെൻറ്റ് ഇയറിൽ അല്ലെങ്കിൽ 2020-21 സാമ്പത്തിക വർഷത്തിൽ ഫൈനാൻഷ്യൽ ഇയറിൽ we have 4 types of റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമുക്ക് 4 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ദ വൺ ഈസ് ഓർഡിനറി റെസിഡൻറ്റ്, ദ സെയിം, ദ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ദെൻ ദർ ഇസ് എ ഡീംഡ് റെസിഡൻറ്റ് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് നോൺ റെസിഡൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകൾ കൂടാതെ 2021-22 ഒരു പുതിയ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ വരുന്നു. അതിനെ പറയുന്ന പേരാണ് ഡീംഡ് റെസിഡൻറ്റ് എന്നുള്ളത്. അത് ഓർത്ത് വെക്കുക, അതുകൂടെ മനസ്സിലാക്കി വെക്കണം. സോ ഇപ്പോഴത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അസസ്മെൻറ്റ് ഇയറിൽ 3 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകളേ ഉള്ളൂ. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. അടുത്ത വർഷമാകുമ്പോൾ അതിൽ ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റാറ്റസ് കൂടെ ഉൾപ്പെട്ടിട്ടിരിക്കും. മനസ്സിലായല്ലോ. ദെൻ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ദ നമ്പർ ഓഫ് ഡേയ്സ് എ പേഴ്സൺ ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ദിവസം അദ്ദേഹം ഫിസിക്കലി പ്രസൻ്റ് ആയി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെ എത്ര ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്നത് ആ ദിവസത്തിൻ്റെ കണക്കിനനുസരിച്ച് വി ഹാവ് 2 types of conditions. One is known as basic condition and other one is known as subsequent or additional conditions. ബേസിക് കണ്ടീഷൻ്റെയും അഡീഷണൽ അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് കണ്ടീഷൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ
റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബേസിക് കണ്ടീഷൻസ്, സബ്സീക്വൻറ്റ് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ബേസിക് കണ്ടീഷൻസ് ആൻഡ് വി ഹാവ് 2 ബേസിക് കണ്ടീഷൻസ്. ഒന്നാമത്തെയാണ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 തരത്തിലുള്ള ബേസിക് കണ്ടീഷൻസ് ആണ് ഉള്ളത്. Then what is the first basic condition? He is in India in the previous year for a period of 182 days or more. That means a person has been in India for at least a period of 182 days more during the previous year. പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുക. ഇതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ. ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 182 days or more during the previous year. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രീവിയസ് ഇയർ ഏതാ? 2019-20 കാലയളവ് എന്ന് പറഞ്ഞാൽ 1 April 2019 to 31 March 2020. 1 April 2019 മുതൽ 31 March 2020 വരെയുള്ള കാലയളവിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയും. ഈ ഒരു 12 മാസ കാലയളവിൽ ഒരു വ്യക്തി 182 ദിവസം, ചുരുങ്ങിയത് 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നു. ദെൻ വി ഹാവ് അനദർ ബേസിക് കണ്ടീഷൻ. നമുക്ക് മറ്റൊരു ബേസിക് കണ്ടീഷനും കൂടി ഉണ്ട്. അതായത് ആദ്യത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 days or more during the 4 years immediately preceding the previous year and is in India for at least 60 days during the previous year. എന്താണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ പറയുന്നത്? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 days or more during 4 years immediately preceding the previous year and at least 60 days during the relevant previous year. പ്രീവിയസ് ഇയറിൽ 182 ദിവസത്തിന് പകരം, നേരത്തെ പറഞ്ഞ 182 ദിവസത്തിന് പകരം 60 ദിവസവും അതിന് തൊട്ട് മുൻപുള്ള, പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷത്തിൽ ചുരുങ്ങിയത് 365 ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിക്കുക എന്നുള്ളതാണ്. സോ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷങ്ങളിൽ 365 ദിവസവും ഇന്ത്യയിൽ താമസിക്കുക. These are the 2 basic conditions. So the first basic condition is he has been in India for at least 182 days or more during the previous year. And the second one says that he has been in India for at least 365 days or more during 4 years immediately preceding the previous year plus 60 days during the relevant previous year. അപ്പോൾ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷത്തിൽ 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവുകയും കൂടാതെ പ്രീവിയസ് ഇയറിൽ 60 ദിവസമെങ്കിലും ചുരുങ്ങിയത് ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക് കണ്ടീഷൻസ് രണ്ടാമത്തെ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റും. ബട്ട് ദർ ഈസ് എൻ എക്സെപ്ഷൻ ടു ദ എബവ് റൂൾ ഓഫ് ദ 60 days. നമ്മൾ ഈ പറഞ്ഞ 60 ദിവസം ഇന്ത്യയിൽ താമസിക്കുക എന്നുള്ളതിന് ഒരു എക്സെപ്ഷൻ റൂൾ ഉണ്ട്. അത് 2-3 ആളുകൾക്കാണ് അത് ബാധകമായിട്ടുള്ളത്. ആ എക്സെപ്ഷൻ റൂൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് an individual who is a citizen of India and leaves India in any previous year for the purpose of employment or as a member of the crew of an Indian ship must have stays in India for at least 182 days during the previous year instead of 60 days. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതായത് രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷത്തിൽ 365 ദിവസവും ചുരുങ്ങിയത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ 60 ദിവസം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ബാധകമല്ല. അവർ നിർബന്ധമായിട്ടും 60 ദിവസത്തിന് പകരം 182 ദിവസം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അത്തരം ആളുകൾ ആരാണെന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന്, an individual who is a citizen of India leaves India in any previous year for the purpose of employment. ജോലി ആവശ്യത്തിന് വേണ്ടി ഇന്ത്യ വിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഇന്ത്യൻ സിറ്റിസൺ. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ജോലി ആവശ്യത്തിന് വേണ്ടി, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യ വിട്ട് പോകുന്നു. രണ്ടാമത്തെ, എ മെമ്പർ ഓഫ് ദ ക്രൂ ഓഫ് എൻ ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു മെമ്പർ, ക്രൂ ഓഫ് എൻ ഇന്ത്യൻ ഷിപ്പ്. അത് ക്യാപ്റ്റൻ ആയിരിക്കാം, മറ്റു വ്യക്തികളായിരിക്കാം. ഒരു ഇന്ത്യൻ ഷിപ്പിൽ ജോലി ചെയ്യുന്ന മെമ്പർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഇന്ത്യ വിട്ടു പോവുകയാണ്. അപ്പോൾ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവർ പ്രീവിയസ് ഇയറിൽ 60 days ഇന്ത്യയിൽ താമസിച്ചാൽ പോരാ, മറിച്ച് 60 daysന് പകരമായി 182 days തന്നെ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ സേസ് ദാറ്റ് if any citizen of India or a foreign national of Indian origin who is living outside India
came on a visit to India in the previous year, he must have stayed in India for at least 182 days during the previous year instead of 60 days. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും പൗരനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ഒരു വിദേശിയോ പ്രീവിയസ് ഇയറിൽ ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ 60 ദിവസത്തിന് പകരം പ്രീവിയസ് ഇയറിൽ 182 ദിവസമെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ഒരു വിദേശി, ദാറ്റ് മീൻസ് ഇന്ത്യൻ ഒറിജിനായ ഫോറിൻ നേഷൻ സിറ്റിസൺ, അതായത് വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജൻ, ഇന്ത്യയിൽ ജനിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ വേരുകളുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ, അദ്ദേഹം വിദേശത്താണ് താമസിക്കുന്നത്, അവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലോട്ട് വരുന്നു, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നു, ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ സന്ദർശന വേളയിൽ അവർ നിർബന്ധമായിട്ടും 182 ഡേയ്സ് ഇന്ത്യയിൽ താമസിച്ചിരിക്കണം, നോട്ട് 60 ഡേയ്സ്. അത് 60 ദിവസം എന്നുള്ളത് അവർക്ക് ബാധകമല്ല. അപ്പോൾ പ്രധാനമായിട്ടും 3 ആളുകൾക്കാണ് ഈ ഒരു 60 ഡേയ്സ് എന്ന് പറയുന്നത് ബാധകമല്ലാത്തത്. അവർ നിർബന്ധമായിട്ടും 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. വൺ ഈസ് ഇന്ത്യൻ ഇൻഡിവിജ്വൽ who is an Indian citizen leaves India for the purpose of എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യ വിട്ടു പോകുന്ന ഇന്ത്യൻ സിറ്റിസൺ. 2, ഇന്ത്യയിലെ ഒരു ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു മെമ്പർ. 3-മത്തെ ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഫോറിൻ നാഷണലുള്ള ഇന്ത്യൻ ഒറിജിനോ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഈ 3 കേസുകളിലും പ്രധാനമായിട്ടും അവർ 60 ഡേയ്സ് ഇന്ത്യയിൽ താമസിച്ചാൽ പോരാ, മറിച്ച് 182 ഡേയ്സ് തന്നെ വേണമെന്നാണ് ഇൻകം ടാക്സിൻ്റെ റൂൾസിൽ പറയുന്നത്. So there is a special focus. You have to understand that such individuals are allowed a longer time greater than 60 days and less than 182 days to stay in India. However, from the financial year 2020-21 or the assessment year 21-22, the period is reduced to 120 days or more for such an individual whose total income other than foreign sources exceeds rupees 15 lakh. This is as per the new financial bill passed by the Indian Parliament on 23rd March 2020. 2020 മാർച്ച് 23-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ഫൈനാൻസ് ബില്ല് പാസ്സാക്കിയിരുന്നു. ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്താ, ഈ പറഞ്ഞ ആളുകൾക്ക് 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് താമസിച്ചാൽ മതി എന്ന് പറയുന്ന ഈ ആളുകൾക്ക് 2020-21 അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ 21-22 അസസ്മെൻറ്റ് ഇയറിൽ 182 ഡേയ്സ് എന്നുള്ളത് എത്രയായിട്ട് ചുരുക്കിയിട്ടുണ്ട്, റെഡ്യൂസ്ഡ് ടു 120 ഡേയ്സ് ഓർ മോർ, 120 ദിവസമോ അതിൽ കൂടുതലോ താമസിച്ചാൽ മതി. എങ്ങനെയുള്ള ആളുകളാണ്? സച്ച് ഇൻഡിവിജ്വൽ ഹൂസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് rupees 15 lakh. അവരുടെ മൊത്തം വരുമാനം 15 ലക്ഷത്തിൽ കൂടുകയാണെങ്കിൽ, അതർ ദാൻ ഫോറിൻ സോഴ്സ്, വിദേശ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ഒഴികെയുള്ള വരുമാനങ്ങൾ 15 ലക്ഷത്തിൽ കൂടുകയാണെങ്കിൽ അത്തരം ആളുകൾ 120 ഡേയ്സിൽ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചാൽ മതി. ദാറ്റ് മീൻസ് 182 ഡേയ്സ് ഈസ് റെഡ്യൂസ്ഡ് ടു 120 ഡേയ്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2020-21 സാമ്പത്തിക വർഷത്തിൽ, അതായത് 2021-22 അസസ്മെൻറ്റ് ഇയറിൽ, അടുത്ത അസസ്മെൻറ്റ് ഇയറിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കി. അത് ഇങ്ങനെയാണ് അത് പറയുന്നത്. മറ്റൊരു രാജ്യത്തോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നികുതി ബാധ്യതയില്ലാത്ത ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തിയെ ഇന്ത്യയിൽ താമസിക്കുന്നതായിട്ട് കണക്കാക്കും. ദാറ്റ് ഇസ് നോൺ ആസ് ഡീംഡ് റെസിഡൻറ്റ്. നമ്മൾ പറഞ്ഞു ഒരു പുതിയ റെസിഡൻസ് സ്റ്റാറ്റസ് വരുന്നു. അപ്പോൾ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ താമസിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. എവിടെ? അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിലൊന്നും തന്നെ നികുതി ബാധ്യതയില്ല, ടാക്സ് ലയബിലിറ്റി ഒന്നും തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇന്ത്യയിൽ താമസിക്കുന്നതായിട്ട് കണക്കാക്കും. അങ്ങനെ വരുമ്പോൾ അയാളുടെ വരുമാനം അല്ലെങ്കിൽ താമസ സ്ഥലം അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള മറ്റേതെങ്കിലും മാനദണ്ഡങ്ങൾ കാരണം മറ്റു രാജ്യങ്ങളിലോ പരദേശങ്ങളിലോ ഉള്ള മൊത്തം വരുമാനം അല്ലെങ്കിൽ അയാളുടെ മൊത്തം സ്രോതസ്സ്, അത് വിദേശ സ്രോതസ്സുകൾ ഒഴികെയുള്ള അയാളുടെ മൊത്തം വരുമാനം 15 ലക്ഷം രൂപയിൽ കൂടുകയാണെങ്കിൽ മാത്രം നികുതി ബാധ്യത ഉള്ളതായിട്ട് കണക്കാക്കൂ എന്നാണ് പുതിയ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി എന്ന് പറയുന്നതിൽ കൃത്യമായിട്ട് പറയുന്നത്. മനസ്സിലല്ലോ? അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്തരത്തിലുള്ളൊരു പുതിയ ഭേദഗതി 2020 മാർച്ച് 23-ാം തീയതി പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതിലാണ് പുതിയൊരു റെസിഡൻസ് സ്റ്റാറ്റസ് അവർ കൊണ്ടുവന്നത്. അതിനെയാണ് നമ്മൾ ഡീംഡ് റെസിഡൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ലിമിറ്റുണ്ട്, 15 ലക്ഷത്തിൽ കൂടുതൽ
അതർ ദാൻ ഫോറിൻ സോഴ്സ്, വിദേശ സോഴ്സുകളിൽ നിന്നുള്ള വരുമാനം ഒഴികെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുകയാണെങ്കിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ഉള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് basic conditions. Then we move to subsequent conditions or additional conditions. Like basic conditions, we have two additional conditions or subsequent conditions. Basic condition പോലെ തന്നെ നമുക്ക് 2 additional conditions വരുന്നുണ്ട്, അല്ലെങ്കിൽ subsequent conditions എന്ന് കൂടെ പറയാറുണ്ട്. And the first one says that an individual is a resident in India in at least 2 years out of 10 years immediately preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷങ്ങളിൽ ചുരുങ്ങിയത് അദ്ദേഹം 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഏറ്റവും മിനിമം 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. എപ്പോൾ? പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് എങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അഡീഷണൽ കണ്ടീഷൻസിലെ ഒന്നാമത്തെ കണ്ടീഷൻ പ്രതിപാദിക്കുന്നത്. And we have a second additional condition, and that says that he has been in India for 730 days or more during 7 years immediately preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷത്തിൽ 730 ദിവസമെങ്കിലും ചുരുങ്ങിയത് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ നോക്കുന്നു. എന്താണ് രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ് ഓർ മോർ, ഏറ്റവും ചുരുങ്ങിയത് 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കണം. എപ്പോൾ? പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷത്തിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷത്തിൽ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവണം. ഇവിടെ 730 ദിവസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 2 വർഷം തന്നെയാണ്, അല്ലേ? 365 സാധാരണ നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ 365 പ്ലസ് 365 730. അപ്പോൾ 2 വർഷത്തിൻ്റെ ഒരു ഈക്വാലിറ്റിയാണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ഇയർ ആയിട്ട് കണക്കാക്കാറില്ല ഇൻകം ടാക്സിലൊന്നും. കാരണം വന്ന് പോയിക്കൊണ്ടിരിക്കും ആളുകൾ. അങ്ങനെ വരുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റിനായിരിക്കും, തിരിച്ചു പോകുന്നത് മറ്റൊരു ഡേറ്റിനായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഡേയ്സിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇഫ് എൻ ഇൻഡിവിജ്വൽ living in India or residing in India for at least 2 years out of 10 years immediately preceding the previous year, and he has been in India for at least 730 days or more during 7 years immediately preceding the previous year. These are the 2 additional conditions. ഇതാണ് 2 additional conditions എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസിക് കണ്ടീഷൻസ് പറഞ്ഞു, സബ്സീക്വൻ്റ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് പറഞ്ഞു. ഇനി ഈ പറയുന്ന സബ്സീക്വൻ്റ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസിന് കുറച്ച് കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. അത് നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയ ഒരു പുതിയ റൂളാണ് ഇൻകം ടാക്സ് സർക്കുലർ നമ്പർ 11/2020 dated on May 8, 2020 says that 2020 മെയ് 8 ഇൻകം ടാക്സിൻ്റെ സർക്കുലർ നമ്പർ 11 സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് പാസ്സാക്കിയ സർക്കുലർ നമ്പറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദിസ് ഓർഡർ is to protect the individuals who wanted to maintain their status as non-resident or resident. റെസിഡൻറ്റോ നോൺ റെസിഡൻറ്റോ ആയി അവരുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ ഇറക്കിയിട്ടുള്ളത്. എന്താണ് ഈ ഓർഡറിൽ പറയുന്നത്? അവർക്ക് കോവിഡ് കാരണം ഇന്ത്യ വിട്ടു പോകാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത്തരം ആളുകളെ അവർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് ഈ സർക്കുലറിൽ പറയുന്നു. CBDT ഹാസ് കം ഔട്ട് വിത്ത് ദിസ് സർക്കുലർ ഇൻ വിച്ച് an individual who has come to India on a visit before 22nd March 2020, 2020 മാർച്ച് 22 മുൻപ് ഇന്ത്യയിൽ വന്ന ആളുകളാണെങ്കിൽ could not leave India on or before 31st March 2020. ആ ഒരു വർഷം, സാമ്പത്തിക വർഷം അവസാനിക്കുന്ന 31st മാർച്ചിന് മുൻപ് അവർക്ക് ഇന്ത്യ വിട്ട് പോകാൻ പറ്റിയില്ല എങ്കിൽ their stay in India from 22nd March to 31st March, 2020 മാർച്ച് 22 മുതൽ 2020 മാർച്ച് 31 വരെയുള്ള ആ ഒരു ചെറിയ കാലയളവ് ഷാൾ നോട്ട് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ. ഈ ഒരു സെക്ഷൻ്റെ പർപ്പസിന് വേണ്ടി, കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നതല്ല. ബിക്കോസ് ഓഫ് COVID-19. അതിൻ്റെ കാരണം COVID-19 ആണ്. അതുപോലെ തന്നെ ഹി ഹാസ് ബീൻ ക്വാറന്റൈൻഡ് ഇൻ ഇന്ത്യ ഓൺ അക്കൗണ്ട് ഓഫ് കൊറോണ വൈറസ് ഓൺ ഓർ ആഫ്റ്റർ 1st March 2020. 2020 മാർച്ച് 1 ശേഷം ആ ഒരു വ്യക്തി, ഇന്ത്യയിലോട്ട് വന്ന വ്യക്തി ഇന്ത്യയിൽ ക്വാറന്റൈൻ പീരീഡിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2020 മാർച്ച് 22 മുതൽ അല്ലെങ്കിൽ അദ്ദേഹം എന്നാണോ ക്വാറന്റൈൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്
ദ പീരീഡ് ഓഫ് സ്റ്റേ ഫ്രം ദ ബിഗിനിങ് ഓഫ് ക്വാറന്റൈൻ. അദ്ദേഹം ക്വാറന്റൈൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാണോ അന്ന് മുതൽ ഡിപ്പാർച്ചർ എന്നാൽ 31 മാർച്ചാണ് ആ പീരീഡ് എൻഡ് ചെയ്യുന്നത്. 31 മാർച്ച് 2020 വരെയുള്ള ആ ഒരു കാലയളവ് എന്തിന് കൺസിഡർ ചെയ്യാറില്ല? ഷാൾ നോട്ട് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, ഇവിടെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഒരു ഇവാക്വേഷൻ ഫ്ലൈറ്റിൽ, അതായത് എമർജൻസി ഫ്ലൈറ്റ്, ഇത്തരം അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏത് രാജ്യമാണ് ആ രാജ്യത്തുള്ള എമർജൻസി ഫ്ലൈറ്റാണ് ഇവാക്വേഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം 31 മാർച്ച് വരെ ഇന്ത്യയിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിലും ആ ഒരു പീരീഡിലും എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ഒരു റെസിഡൻസ് സ്റ്റാറ്റസിന് വേണ്ടി ഈ ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻകം ടാക്സിൻ്റെ സർക്കുലർ നമ്പർ 11 പ്രകാരം പുറത്തിറക്കിയ ഒരു പുതിയ ഓർഡറാണ്, CBDT പുറത്തിറക്കിയ ഒരു ഓർഡറാണിത്. അപ്പോൾ ആ ഓർഡർ പ്രകാരം 3 കാര്യങ്ങൾ പറയുന്നു. ഇന്ത്യ വിട്ട് പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, COVID-19 കാരണം ഇന്ത്യ വിട്ട് പോകാൻ പറ്റാത്ത ആളുകൾ 2020 മാർച്ച് 22 മുതൽ 31 വരെയുള്ള പീരീഡ് കൗണ്ട് ചെയ്യില്ല. അതുകൂടാതെ തന്നെ കോവിഡ് കാരണം ഇന്ത്യയിൽ ക്വാറന്റൈൻ പീരീഡിൽ ഇരിക്കുന്ന വ്യക്തി എന്നാണോ ക്വാറന്റൈൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആഫ്റ്റർ 1 മാർച്ച് അത് കൺസിഡർ ചെയ്യാറുള്ളൂ. 1 മാർച്ചിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ ക്വാറന്റൈൻ പീരീഡിലാണെങ്കിൽ 31 മാർച്ച് വരെയുള്ള എത്ര ദിവസമാണ് അദ്ദേഹം ക്വാറന്റൈൻ പീരീഡിൽ ഇരിക്കുന്നത്, ആ ഒരു പീരീഡും ഇവിടെ കൺസിഡർ ചെയ്യില്ല. മൂന്നാമത്തെ, ഇവാക്വേഷൻ ഫ്ലൈറ്റിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു പീരീഡും ഫ്രം 22 മാർച്ച് ടു 31 മാർച്ച് വരെയുള്ള പീരീഡും ഇവിടെ കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ബേസിക് കണ്ടീഷൻസ് ആൻഡ് സബ്സീക്വൻ്റ് ഓർ അഡീഷണൽ കണ്ടീഷൻസിനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ വി മൂവ് ടു ദ ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് ഹൗ വി ഡിറ്റർമൈൻ ദ റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ്. എങ്ങനെയാണ് വ്യത്യസ്ത വ്യക്തികളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? We already said that there is 3 types of residential status as per the assessment year 2020-21. That is ordinarily resident, not ordinarily resident and non-resident. 3 തരത്തിലുള്ള റെസിഡൻസ് സ്റ്റാറ്റസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത വർഷമാകുമ്പോൾ അത് 4 ആവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് 3 തരത്തിലുള്ള റെസിഡൻസ് സ്റ്റാറ്റസുകളാണ്. One is ordinarily resident, another one is not ordinarily resident, and the third and the last one is non-resident. അപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്, നോൺ റെസിഡൻ്റ് ആവുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ദീസ് ആർ ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുന്നത്. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഹൗ എൻ ഇൻഡിവിജ്വൽ ബിക്കംസ് ഓർഡിനറി റെസിഡൻറ്റ്. എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത് നോക്കാം. ഇഫ് ഹി സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ്, വി ക്യാൻ സേ ദാറ്റ് എൻ ഇൻഡിവിജ്വൽ ഈസ് എൻ ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും കൂടാതെ 2 സബ്സീക്വൻ്റ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്താൽ അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള സ്റ്റാറ്റസിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്? ഇഫ് ഹി സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ്, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതായത് 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുക പ്രീവിയസ് ഇയർ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി. അതിൽ 60 ദിവസം എന്നുള്ളത് 3 തരത്തിലുള്ള ആളുകൾക്ക് ബാധകമല്ല എന്ന് നമ്മൾ പറഞ്ഞു. എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യ വിട്ടു പോകുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ. ഇവരാണെങ്കിൽ 182 ദിവസം തന്നെ നിർബന്ധമായിട്ടും ഇന്ത്യയിൽ താമസിക്കണം ഇൻസ്റ്റെഡ് ഓഫ് 60 ഡേയ്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്താൽ ആ ഇൻഡിവിജ്വലിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആണ്. സോ ഇഫ് എൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ്, വി ക്യാൻ സേ ദാറ്റ് ഈസ് എൻ ഓർഡിനറി റെസിഡൻറ്റ്. റൈറ്റ്? ദെൻ വി മൂവ് ടു നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇനി എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത് നോക്കാം. ഇഫ് യു സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് വൺ ഓർ നൺ ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻസ്, ആ ഒരു ഇൻഡിവിജ്വൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, എന്നാൽ അദ്ദേഹം അഡീഷണൽ കണ്ടീഷൻസിൽ 1 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈ 2 കേസിലും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ദാറ്റ് മീൻസ് if you satisfy any one of the basic conditions and 1 additional condition,
or if he satisfy any one of the basic condition and none of the additional condition. അഡീഷണൽ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നേ ഇല്ല, പക്ഷെ അദ്ദേഹം ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ we can say that he is a not ordinarily resident. And one thing you have to understand that if a person satisfy any one of the basic condition, he is always a resident. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം റെസിഡൻ്റായി. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഒരു വ്യക്തി സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം റെസിഡൻ്റായി. ഇനി അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് അഡീഷണൽ കണ്ടീഷൻസ്. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹം അഡീഷണൽ കണ്ടീഷൻ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം റെസിഡൻ്റ് എന്നുള്ള സ്റ്റാറ്റസിൽ ഉൾപ്പെട്ടു. ഇനി അഡീഷണൽ കണ്ടീഷൻ രണ്ടും വന്നാൽ റെസിഡൻറ്റിൽ ഓർഡിനറി റെസിഡൻ്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻസിൽ ഒന്ന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ റെസിഡൻറ്റിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള ഗണത്തിലാണ് അദ്ദേഹം പെടുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോൺ റെസിഡൻറ്റ്. ഇനി എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ നോൺ റെസിഡൻ്റ് ആവുന്നത്? ഇഫ് ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. അദ്ദേഹം ബേസിക് കണ്ടീഷൻസ് ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹി ഈസ് എ നോൺ റെസിഡൻറ്റ്. അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻറ്റ്. Based on additional conditions, we can say that he is an ordinary resident or not ordinary resident. Additional conditions അടിസ്ഥാനത്തിലാണ് അദ്ദേഹം റെസിഡൻറ്റിൽ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് തീരുമാനിക്കുന്നത്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹി ഈസ് നോൺ റെസിഡൻറ്റ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്. ഇതിൻ്റെ എല്ലാ കേസുകളും ഞാനൊരു പിക്ചറൈസേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ടേബിളായിട്ട്. ദീസ് ആർ ദ വൺ. വി ഹാവ് സം കണ്ടീഷൻസ് ആൻഡ് ദ കാറ്റഗറീസ്. ഇഫ് എ പേഴ്സൺ സാറ്റിസ്ഫൈ two basic conditions and two additional conditions, we can say that he is an ordinary resident. രണ്ട് ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഒരു ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലും അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് ആണ്. അതായത് ഓർഡിനറി റെസിഡൻ്റ് ആവാൻ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്തിനു പുറമെ? ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷന് പുറമെ രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് ആവുകയുള്ളൂ. എന്നാൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഒരൊറ്റ അഡീഷണൽ കണ്ടീഷനെ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അങ്ങനെ വരുമ്പോൾ അദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള കേസാണ്. അപ്പോൾ ഇവിടെ വി ഹാവ് 4 types of situations. That means if a person satisfy 2 basic conditions and 1 additional condition, രണ്ട് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അഡീഷണൽ കണ്ടീഷൻ ഒന്നേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, he is an ordinary resident, no doubt. If a person satisfy 1 basic condition and 1 additional condition, he is also a not ordinary resident. If a person satisfies 2 basic conditions and none of the additional condition ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. കാരണം എന്താ? അദ്ദേഹം ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അഡീഷണൽ കണ്ടീഷനിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും ഈ 4 കേസുകളിൽ അദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇനി അദ്ദേഹം അഡീഷണൽ കണ്ടീഷൻ എത്ര സാറ്റിസ്ഫൈ ചെയ്തിട്ടും കാര്യമില്ല, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ആരായി? നോൺ റെസിഡൻ്റ് ആയി. അപ്പോൾ 0 ബേസിക് കണ്ടീഷൻ 2 അഡീഷണൽ കണ്ടീഷൻ, 0 ബേസിക് കണ്ടീഷൻ 1 അഡീഷണൽ കണ്ടീഷൻ, 0 ബേസിക് കണ്ടീഷൻ 0 അഡീഷണൽ കണ്ടീഷൻ, ഓൾ ദ കേസസ് ഈസ് നോൺ ആസ് നോൺ റെസിഡൻറ്റ്. ഈ എല്ലാ കേസുകളിലും അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ദ റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, റൈറ്റ്? Then we move to the residence status of Hindu undivided family. രണ്ടാമത്തെയാണ് പേഴ്സൺസിലെ രണ്ടാമത്തെ വ്യക്തിയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്ത ഒരു ഫാമിലിയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അവരുടെ റെസിഡൻസ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അവിടെ കർത്ത, ദറ്റ് മീൻസ് ദ ഹെഡ് ഓർ ദ മാനേജർ ഓഫ് ദ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ്. സോ വി മൂവ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ HUF. ഈ എപ്പോഴാണ് HUF ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്, നോൺ റെസിഡൻ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ദ കാത്ത, ദറ്റ് മീൻസ് ദ മാനേജർ സാറ്റിസ്ഫൈസ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ HUF ഈസ് ആൻ ഓർഡിനറി റെസിഡൻ്റ് ഇൻ ഇന്ത്യ. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിലും കർത്ത എന്ന് പറയുന്ന അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ മാനേജർ
രണ്ട് അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എപ്പോഴാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്? ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മീൻസ് ദ ഡിസിഷൻ മേക്കിംഗ് പവർ. ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതോ മാനേജ്മെൻറ്റ് ചെയ്യുന്നതോ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ, കൂടാതെ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന വ്യക്തി, മാനേജർ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ കർത്ത എന്ന് പറയും, കർത്ത രണ്ട് അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയും. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ സ്റ്റാറ്റസ് പറയുമ്പോൾ ഇവിടെ ബേസിക് കണ്ടീഷൻസിന് പ്രാധാന്യമില്ല. ആരുടെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോഴാണ് ബേസിക് കണ്ടീഷൻസിന് ഇമ്പോർട്ടൻ്റ്? ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബേസിക് കണ്ടീഷൻസിനാണ്. കാരണം ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം റെസിഡൻ്റ് ആണ്. പിന്നെ അഡീഷണൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അദ്ദേഹം ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നുള്ളത്. എന്നാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ആസ് പെർ ദ കേസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി you have to consider only the additional conditions we already discussed, not the basic condition. അവിടെ ബേസിക് കണ്ടീഷൻസിന് പ്രാധാന്യമില്ല. നിങ്ങൾ അഡീഷണൽ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷത്തിൽ 2 വർഷവും അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷത്തിൽ 730 ദിവസവും ഈ കർത്ത എന്ന് പറയുന്ന വ്യക്തി എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. കൂടാതെ ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ ഉണ്ടായാലും മതി. ബട്ട് കർത്ത ഹാവ് ടു സാറ്റിസ്ഫൈ both additional conditions. We can say that the HF comes under ordinarily resident. Then the second one is not ordinarily resident. And in this case, it says that when the control and management of its affairs is situated in India, that is wholly or partly in India, during the previous year, but the Karta does not satisfy the additional conditions. Karta additional conditions ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഇന്ത്യയിലാണെങ്കിൽ അത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ കർത്ത 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രമേ കർത്തയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഈ കേസുകളിലൊക്കെ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും ഇന്ത്യയിലാണെങ്കിൽ പോലും അത് റെസിഡൻ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഓർഡിനറി റെസിഡൻറ്റിൽ പെടില്ല, പകരം നോട്ട് ഓർഡിനറി കാറ്റഗറിയിലെ വരൂ. ബിക്കോസ് ദ കർത്ത ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ അഡീഷണൽ കണ്ടീഷൻസ്. കർത്ത അഡീഷണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് അത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള ഗണത്തിലാണ് പെടുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് നോൺ റെസിഡൻറ്റ്. വെൻ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്, ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അത് ഇന്ത്യയിൽ നോൺ റെസിഡൻ്റ് ആയ ഒരു HUF ആണ്. ഇപ്പോൾ HUF എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവുന്നത്? വെൻ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് ഹോളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്തൊരു വിദേശ രാജ്യത്താണ് അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പവർ ഉള്ളത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് എങ്കിൽ ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ സ്റ്റാറ്റസ് എപ്പോഴും നോൺ റെസിഡൻറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇത് കൂടാതെ വരുന്ന കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്, ലോക്കൽ അതോറിറ്റി തുടങ്ങിയ മറ്റ് പേഴ്സൺസിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ ഓർക്കുന്നു. റെസിഡൻസ് സ്റ്റാറ്റസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു വ്യക്തി എത്ര ദിവസമാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്താവശ്യത്തിനാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് എന്നുള്ളതിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഹിസ് ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ് എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ്. റെസിഡൻസ് സ്റ്റാറ്റസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ടോട്ടൽ ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിൻ്റെ സ്കോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ റെസിഡൻസ് സ്റ്റാറ്റസിൻ്റെ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ റെസിഡൻസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ടും 2-3 കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തെയാണ് ബേസിക് കണ്ടീഷൻ. അതിൽ 2 കാര്യങ്ങൾ വരുന്നു. 182 ഡേയ്സ് ചുരുങ്ങിയത് ഇന്ത്യയിൽ ഉണ്ടാവണം പ്രീവിയസ് ഇയറിൽ. ബേസിക് കണ്ടീഷൻ എപ്പോഴും പ്രീവിയസ് ഇയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്?
പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്ലസ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ 60 ദിവസം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ആളുകൾക്ക് ബാധകമല്ല. ഇന്ത്യ വിട്ട് വിദേശത്തെ രാജ്യത്തോട്ട് ജോലിക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുകൊണ്ട് വിദേശ രാജ്യത്തേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകുന്ന ഇന്ത്യൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഫോറിൻ നാഷണലുള്ള വ്യക്തികൾ. അവർ ഇന്ത്യയിൽ ജനിച്ച ആളുകളായിരിക്കാം. അവർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സിറ്റുവേഷനിലൊന്നും തന്നെ 60 ദിവസം ഇന്ത്യയിൽ താമസിച്ചാൽ പോരാ, മറിച്ച് 60 ദിവസത്തിന് പകരം 182 ഡേയ്സ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു പുതിയ ഫൈനാൻസ് ബില്ലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജനറൽ അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതാണ്. കൂടാതെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അടുത്ത വർഷമാകുമ്പോൾ ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റാറ്റസ് കൂടെ ഉണ്ടായിരിക്കും 2020 ഫൈനാൻസ് ബില്ല് പ്രകാരം. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി സബ്സീക്വൻ്റ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. അതിലെന്താ പറയുന്നത്, ഒന്നാമത്തെ സബ്സീക്വൻ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സബ്സീക്വൻ്റ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ ഡിപ്പെൻസ് അപ്പോൺ നമ്മൾ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള വർഷങ്ങളാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ അല്ല. അപ്പോൾ സബ്സീക്വൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷത്തിൽ 2 വർഷം ചുരുങ്ങിയതിൽ ഇന്ത്യയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിവിജ്വൽസിൻ്റെയും HUFൻ്റെയും ഒക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദാറ്റ് Hindu undivided family and individuals have only 3 residential statuses, that is ordinary resident, not ordinary resident and non-resident. നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും മാത്രമേ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകളുള്ളൂ. അതുകൊണ്ടാണ് അത് മാത്രം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത്. അതിലൊന്ന് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അതായത് ഇൻഡിവിജ്വലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും ഓർഡിനറി റെസിഡൻറ്റും ആകാം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ആകാം, നോൺ റെസിഡൻറ്റും ആകാം. ഇനി പറയാൻ പോകുന്ന മറ്റ് പേഴ്സൺസ് ഒന്നും ഈ 3 റെസിഡൻസ് സ്റ്റാറ്റസ് അവർക്കില്ല. അവർക്ക് ആകെ 2 എണ്ണേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ദാറ്റ് മീൻസ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫേം, കമ്പനി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ലോക്കൽ അതോറിറ്റി തുടങ്ങിയവർക്ക് ഉണ്ടായിരിക്കില്ല. അവർക്ക് ആദ്യത്തെയും അവസാനത്തെ നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്താൽ ഓർഡിനറി റെസിഡൻ്റായി. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും എന്നാൽ അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒറ്റ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂവെങ്കിൽ അദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡൻ്റായി. ബേസിക് കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ നോൺ റെസിഡൻ്റായി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസിലാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും ഇന്ത്യയിലാവുകയും കർത്ത 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദറ്റ് കംസ് അണ്ടർ ഓർഡിനറി റെസിഡൻറ്റ്. ഇനി കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് ഹോളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പൂർണ്ണമായിട്ടും അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യത്താണെങ്കിൽ അത്തരം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ നമ്മൾ എന്ത് പറയും, നോൺ റെസിഡൻ്റ് എന്നുള്ള ഗണത്തിനാണ് ഉൾപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.